ഇതിനു വേണ്ടി ഇപ്പൊ ഈ ഒരു സിനിമ ചെയ്യാനായിട്ട് കുറച്ച് റെഫറൻസുകൾ എടുത്തിട്ടുണ്ട്, കുറച്ച് സിനിമകൾ കാണുക. ഈ ഒരു സിനിമയ്ക്ക് ഇപ്പൊ ഇതൊരു ത്രില്ലർ മൂഡിലുള്ള സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു വേണ്ടി ഏതെങ്കിലും കുറച്ച് സിനിമകൾ നമ്മൾ കണ്ട സിനിമകൾ, അതൊരിക്കലും ഒരു കോപ്പിഡി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അത് ചിലപ്പോൾ ഷോട്ടുകൾ, ചില ഷോർട്സ് എടുക്കുമ്പോൾ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ട്? ഞാൻ ഇതിന് വേണ്ടിയിട്ട് സിനിമകൾ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയും, പണ്ട് തുടങ്ങിയുള്ള സിനിമ, മലയാള സിനിമയാണ് എന്റെ ഏറ്റവും വലിയ റെഫറൻസ്. ജിത്തു ജോസഫിന്റെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് മെമ്മറീസ് ആയാലും ദൃശ്യമായാലും വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തിട്ട് നമ്മൾ അത്രയും രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന ആ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ എനിക്ക് വളരെ രീതിയിൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അതുപോലെയൊക്കെ വരണം, അതുപോലെ ആൾക്കാർ ത്രില്ലടിക്കണം, സസ്പെൻസ് കണ്ടിട്ട് ആളുകളുടെ ഞെട്ടണം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇതെപ്പോഴൊക്കെയോ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ കയറി പതിഞ്ഞുണ്ട്. ഞാൻ വേൾഡ് സിനിമകൾ അതും കണ്ടിട്ടില്ല, അതൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ. ജിത്തു ജോസഫ് എന്ന് പറഞ്ഞു, അതിന് മുമ്പ് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുള്ള മറ്റു സംവിധായകർ ആരൊക്കെയാണ്? എനിക്കല്ല ജോണർ, ഞാൻ അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ചില സിനിമകൾ, ചില സംവിധായകരുടെ സിനിമകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒറ്റ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നമ്മള് സിനിമകള്, എല്ലാ സിനിമയും സ്നേഹിക്കുക എന്നുള്ളൊരു, നല്ല ആർട്ടുകളെ സ്നേഹിക്കുക എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ കാണുന്നത്. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും. നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതിനെ നമ്മൾ ഇത് ചെയ്യും, മറ്റേതിനെ നമ്മളത് പരാജയപ്പെട്ടു പോയി എന്നുള്ള രീതിയിലല്ലേ കാണുള്ളൂ. പക്ഷെ അങ്ങനെ എനിക്കിപ്പോ എപ്പോഴും എനിക്ക് തോന്നുന്ന ദൃശ്യമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് സിനിമ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഞാൻ അത്രയും പുള്ളിനെ മെമ്മറീസ്, ഞാൻ പ്രൊജക്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെയായിരുന്നു? ഏത് തിയേറ്ററിലായിരുന്നു? അത് കാർണിവൽ സിനിമാസ്. അവിടെ അങ്ങനെ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഞാൻ ക്യൂബിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് മൂവികൾ ഇൻജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററുകൾ പോയിരുന്നു. ലാൽ മീഡിയയുടെ സ്റ്റാഫായിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പൊ പല തിയേറ്ററും ചെല്ലുമ്പോൾ, ഞാൻ ദൃശ്യം ഓടുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ എല്ലാ തിയേറ്ററും ദൃശ്യമാണ്. അപ്പൊ അവിടെ ചെന്ന് വല്ല എറർ ഉണ്ടെങ്കിൽ അത് നോക്കാനായിട്ട് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ പടം ഇൻജസ്റ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ മൂവി കഴിഞ്ഞിട്ടുണ്ട്. ലാൽ മീഡിയയുടെ സ്റ്റാഫായിട്ടായിരുന്നു അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി തുടക്കത്തെ എന്തോ ഒരു ഇന്റേണൽ എഗ്രിമെന്റ് ആണ് അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ക്യൂബിന് വേണ്ടിയിട്ട്. ക്യൂബിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജെയ്സൺ എന്ന് പറഞ്ഞ ആളുടെ അങ്കവാലിയൊക്കെ സൈഡ് നോക്കുന്ന പുള്ളിയാണ്. അപ്പൊ അങ്ങനെ ഈ സിനിമകളോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എവിടെ വർക്ക് ചെയ്താലും അവിടെ ഒരു സിനിമയുടെ ഒരു സാഹചര്യം ഉണ്ടാവും. ഏതാന്ന് എനിക്ക് സിനിമ ഇഷ്ടമാണ്. അപ്പൊ ആരുടെ ഡയറക്ഷൻ ആയാലും നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ത്രില്ലർ സിനിമകളോട് ഒരു വലിയ ഇഷ്ടമാണ്, ആദ്യമേ തൊട്ട് ഇഷ്ടമാണ്. ഇപ്പൊ ഇതിന്റെ റിലീസിന് വേണ്ടിയാണ് ഇപ്പൊ UK എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് ജിബിൻ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരെങ്കിലും വരുമോ റിലീസിനോടനുബന്ധിച്ചിട്ട്? റിലീസിന് ചിലപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് കുറച്ച് പേര് വന്നേക്കാം. അവര് മാക്സിമം ട്രൈ. എല്ലാവരും UK തന്നെയാണ്, അവിടെ പെട്ടെന്ന് വരിക എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിന്റെ സാഹചര്യം ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് പോലും ഉറപ്പുണ്ടായില്ല ഇന്നിവിടെ എത്താൻ പറ്റുന്നു. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോന്നു, ആരെങ്കിലും വരണ്ടേ. അപ്പൊ എങ്ങനെ ഇവിടെയും റിലീസ് ഉണ്ട്, അവിടെയും റിലീസ് ഉണ്ട്? തീർച്ചയായിട്ടും. UKയിലും ഒരു 30ഓളം തിയേറ്റർ സെന്റേഴ്സ്, അതായത് ഒരു വലിയ മൂവി ഇറങ്ങുന്ന അതേ ഒരു പ്രൗഢിയോട് കൂടിയാണ് നമ്മുടെ പടം ഇറങ്ങുന്നത്. ഇപ്പൊ ന്യൂറി തിയേറ്ററിൽ നമ്മുടെ സിനിമ ഇറങ്ങുന്നത്, അവിടെ ചെണ്ടമേളം വരെ അവർ ബുക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ആഘോഷമായിട്ട് മലയാളികളെ ആഘോഷിക്കുന്നുണ്ട് അവിടെ. കാരണം ഇങ്ങനൊരു സിനിമ ആദ്യമാണ്. അവിടുത്തെ ആർട്ടിസ്റ്റുകൾ, അവിടുത്തെ ഡയറക്ടർ, അവിടുത്തെ കഥ, അവിടുത്തെ UK കഥ തന്നെയാണ് നമ്മൾ പറയുന്നത്. അവര് ഇവിടെ നിന്ന് എല്ലാ സിനിമകളും നമ്മൾ UK ചെന്നിട്ടാണ് കളക്ഷൻ മേടിക്കുന്നത്. അവിടെയും 10 ലക്ഷത്തോളം മലയാളികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്നൊരു സിനിമ UK ഇങ്ങോട്ടും വരുന്ന കളിക്കുന്നു, അപ്പൊ അവിടെയും കളിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ അത് അവർക്കൊരു അഭിമാനമായിട്ടാണ്. മലയാളത്തിൽ ആദ്യമായിട്ടൊരു പടം അങ്ങനെ വന്നിട്ട് അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം റിലീസൊക്കെ ആയിട്ട്? ഞാനൊരു 10 ദിവസത്തെ ലീവ്, പിന്നെ ബാക്കി പ്രൊമോഷൻ അവിടെയാണ്. UK അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യണം. അവർക്ക് ഗൈഡൻസ്. അടുത്ത ഇതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടായ്മ അടുത്ത സിനിമ എന്തെങ്കിലും പ്ലാനിങ്? തീർച്ചയായിട്ടും സിനിമകളുണ്ട്. ഇനി സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, കാരണം തുടക്കമാണല്ലോ. അപ്പൊ ഇനി കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ ഇനി അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ പുറത്തു വരും. ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്നില്ല, ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങളുടെ സിനിമ തന്നെയായിട്ടാണ്. ഏതെങ്കിലും ഒരു പാർട്ടായിട്ട് ഞാനുണ്ടാവും. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ,